RSS ബന്ധത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് CPIM വാക്പോര്. മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. രാജ്യസഭാംഗത്വം രാജിവെച്ച് BJPക്ക് സീറ്റ് ദാനം ചെയ്ത AICC ജനറൽ സെക്രട്ടറിയുടെ ട്യൂഷൻ ആവശ്യമില്ല എന്നാണ് KC വേണുഗോപാലിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ തിരിച്ചടി. RSS ബന്ധത്തിന്റെ വിഷയത്തിൽ പുതിയ വിവാദത്തിന് തുടക്കമിട്ട MV ഗോവിന്ദനെ വിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. CPIM ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി 1977 ജനതാ പിന്തുണയോടെ കൂത്തുപറമ്പിൽ മത്സരിച്ചു തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA ആയത് കൂത്തുപറമ്പിൽ. അതിനവർ പുതിയ പേര് പറഞ്ഞത് ജനതാ പാർട്ടിയായിരുന്നു. ജനസംഘവും എല്ലാം കൂടി ജനതാ പാർട്ടി. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമല്ല CPIM RSSുമായി സഹകരിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. KC വേണുഗോപാലിന് മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. രാജസ്ഥാനിൽ നിന്നുള്ള തന്റെ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് BJPക്ക് ദാനം നൽകിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി ട്യൂഷൻ മതനിരപേക്ഷ കേരളത്തിന് ആവശ്യമില്ലെന്നായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നും റിയാസ് FB കുറിപ്പിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം.